ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞെത്തിയുള്ളൂ. അപ്പോൾ ഞാൻ ദൃശ്യം കണ്ടിട്ട് എനിക്ക് ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടതാണ്. അപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ ദൃശ്യം കണ്ടു, ഫസ്റ്റ് ടൈം തന്നെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് ഓക്കെ ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്, കുഴപ്പമില്ലാത്തൊരു മൂവി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എനിക്ക് ദൃശ്യം 1ഉം 2ഉം ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ദൃശ്യം 3നെക്കാളും. പിന്നെ എനിക്ക് ലൈക്ക് ഈ 3 മൂവീസിനും ട്രീറ്റ് ചെയ്തിരിക്കുന്ന 3 രീതിയിലാണ്. ഇപ്പോൾ 1 ആണെങ്കിൽ ഒരു സർവൈവൽ ആണെങ്കിൽ, 2 ത്രില്ലറാണ്, 3 കുറച്ചും കൂടി ഇമോഷണലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടനെ ഒരു ക്ലാസിക് ക്രിമിനലാക്കി മാറ്റിയിരിക്കുകയാണ് ദൃശ്യം 3 എത്തിയപ്പോൾ. പിന്നെ എനിക്ക് തോന്നിയത് ദൃശ്യം 1ഉം 2ലും നമുക്ക് ലാലേട്ടൻ ഭയങ്കര പാവം ലാലേട്ടൻ, അധികം ഹൈപ്പൊന്നും ഇല്ലാത്ത ലാലേട്ടൻ. ദൃശ്യം 3 എത്തുമ്പോൾ ഹൈപ്പ് ലൈക്ക് ലാലേട്ടൻ കുറച്ചുകൂടി മാസ് ലാലേട്ടനും ഭയങ്കര മാസ് ഡയലോഗ്സും അങ്ങനത്തെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ ഞാനധികം ഒരു ഫാനാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ മൂവീസ് എനിക്കിഷ്ടമാണ്, ജീത്തു ജോസഫിൻ്റെ മൂവീസ് ഇഷ്ടമാണ്. പക്ഷെ ദൃശ്യം ഫ്രാഞ്ചൈസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ അധികം ഫാനല്ല. പിന്നെ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോഴും എനിക്ക് എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല, അത് പറയാണ്ടിരിക്കാൻ വയ്യ. തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് എനിക്കിപ്പോൾ ദൃശ്യം 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒന്നും തിയേറ്ററിലൊന്നും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ 3 ഇറങ്ങിയപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റി. അതെന്നെ വലിയ കാര്യമാണ്. ലൈക്ക് ഇപ്പം ഫാൻ അല്ലെങ്കിൽ പോലും ലാലേട്ടൻ്റെ ഒരു മൂവി അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മലയാളികൾക്കൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അത് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമ്പോൾ തന്നെ ഒരു എൻജോയ് ചെയ്യാൻ, സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അതിനകത്തുള്ള രീതിയിൽ തന്നെയാണ് മൂവി എടുത്തു വെച്ചിരിക്കുന്നതും. പിന്നെ നമുക്കറിയാം ദൃശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം സ്പോയിലറായി പോവും. മൊത്തത്തിൽ എനിക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. തിയേറ്ററിൽ ആ ഒരു ഹൈ മൊമെൻറ്റ് കിട്ടുന്ന ഒരുപാട് സീൻസൊക്കെ ഉണ്ട്. ഇൻ്റർവെല്ലും ക്ലൈമാക്സും ആണ് എപ്പോഴത്തേയും പോലും നമ്മൾ ആക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് ഭയങ്കര നോർമലായി തോന്നും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യം 1ഉം 2ഉം ഇപ്പോൾ സർവൈവലും ത്രില്ലറും ആണെങ്കിൽ ദൃശ്യം 3 ഭയങ്കര ഇമോഷണലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനിയിട്ട് ദൃശ്യം 4ലേക്കുള്ളൊരു ടൈലൻറ്റും ഉണ്ട്. അത് നമുക്ക് സ്പോയിലറാണ്, നിങ്ങൾ കാണണം, എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. കാരണം നമുക്ക് ലൈക്ക് നമുക്കിപ്പോൾ കുറച്ച് മൂവീസാണ് തിയേറ്ററിൽ നമുക്ക് ഹിറ്റായി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുന്ന മൂവീസൊക്കെ ആണ്. അതിലൊന്നാണ് ഈ ദൃശ്യം 3 എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും മിസ്സാവരുത്. പോയി കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയനെ പറയണം. എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല മൂവിയാണ്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫിലിം ദൃശ്യം 1 ആണ്. 1ഉം 2ഉം ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് 3നെക്കാളും. പക്ഷെ ഡിസപ്പോയിൻറ്റഡ് ആക്കില്ല. എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി കാണേണ്ട മൂവി തന്നെയാണ്. എല്ലാവരും പോയി കാണണം, ഞാൻ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.